നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ 6 ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു. ചന്ദ്രാപിന്നിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പാഞ്ഞു കയറി. നാട്ടിക നിയോജക മണ്ഡലം കൂൺ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം MLA ശ്രീ CC മുകുന്ദൻ നിർവഹിച്ചു. ബസ് യാത്രയ്ക്കിടെ പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം, യുവാവ് അറസ്റ്റ്. വാർത്തകൾ വിശദമായി. അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ 6 ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെത്തിയവരാണ് മോഷണ വിവരം അറിയുന്നത്. കൗണ്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് ഓഫീസിന്റെ താക്കോലെടുത്ത് ഓഫീസ് മുറിയിൽ കയറുകയും അലമാരയിൽ വസ്തുക്കൾ വലിച്ചു വാരിയിടുകയും 30,000 രൂപ വില വരുന്ന പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളിക്കുടം മോഷ്ടിക്കുകയും ചെയ്തു. ഭണ്ഡാരങ്ങളിൽ നിന്നും 15,000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് കണക്കാക്കുന്നത്. ക്ഷേത്രത്തിന്റെ പിറകിലൂടെയാണ് മോഷ്ടാവ് അകത്ത് കയറിയിട്ടുള്ളത്. സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലോക്കറിലായതിനാൽ ഇവ നഷ്ടപ്പെട്ടിട്ടില്ല. ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ക്ഷേത്രത്തിലെ CCTV ക്യാമറ ഇല്ലാത്തതിനാൽ സമീപ വീടുകളിലെ ക്യാമറകൾ പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം. മോഷണത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നും പരിശോധിക്കും. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കകം സ്റ്റേഷൻ പരിധിയിൽ 10-ലധികം ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നുവെങ്കിലും ഒരു കേസിൽ പോലും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ചന്ദ്രാപിന്നിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പാഞ്ഞു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെ 11:30 ചന്ദ്രാപിന്നി തെക്കേ ബസ് സ്റ്റോപ്പിലായിരുന്നു അപകടം. എറണാകുളം സ്വദേശിയാണ് കാറിലുണ്ടായിരുന്നത്. മലപ്പുറത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം. സംഭവ സമയം ബസ് സ്റ്റോപ്പിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. നാട്ടിക നിയോജക മണ്ഡലം കൂൺ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം MLA ശ്രീ CC മുകുന്ദൻ നിർവഹിച്ചു. നാട്ടിക നിയോജക മണ്ഡലത്തിൽ കൂൺ കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് അധിക വരുമാനം ഉറപ്പാക്കുന്നതിനുമായി കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനുമായി സഹകരിച്ച് വാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ മണ്ഡലതല ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. 30 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. തൃപ്പയാർ ശ്രീവത്സം ഹാളിൽ നടന്ന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഹോർട്ടിക്കൾച്ചർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ PI മുഹമ്മദ് ഹാരിസ് പദ്ധതി വിശദീകരിച്ചു. പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ 2 കൂറ്റൻ കൂൺ ഉൽപാദന യൂണിറ്റുകൾ, 100 ചെറുകിട യൂണിറ്റുകൾ, 1 വിത്തുൽപാദന യൂണിറ്റ്, 3 സംസ്കരണ യൂണിറ്റുകൾ, 2 പാക്ക് ഹൗസുകൾ, 3 കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റുകൾ എന്നിവ സ്ഥാപിക്കും. കർഷകർക്കായി പ്രത്യേക പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. ബ്ലോക്ക് തല പരിശീലനത്തിന് ശേഷം തെരഞ്ഞെടുത്ത 100-ലധികം കർഷകർ മണ്ഡലതല പരിശീലനത്തിൽ പങ്കെടുത്തു. 2025-26 വർഷത്തെ സംസ്ഥാനത്തെ മികച്ച കൂൺ കർഷകനുള്ള പുരസ്കാരം നേടിയ NV രാഹുലാണ് കർഷകർക്കായി പരിശീലന ക്ലാസ് നയിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ശശിധരൻ, AK രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MR ദിനേശ്, ജീന നന്ദൻ, KK മോഹൻദാസ്, ശുഭ സുരേഷ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗം CS മണികണ്ഠൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ KC റൈഹാന, CD മാലിനി, KK ഹേന, മറ്റ് കൃഷി ഉദ്യോഗസ്ഥർ, കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മനസ്സിൽ ചില ആഗ്രഹങ്ങളും അതുപോലെ പറയാനുണ്ട്. എൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം എൻ്റെ മനസ്സിലേക്ക് കയറി. ഞാൻ 2 ടൈം അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആക്റ്റീവ് പ്രസിഡന്റായി, അതുപോലെ വൈസ് പ്രസിഡന്റായി, അതിൽ ഗ്രാമത്തിലെ വാർഡിൽ പ്രവർത്തിച്ച് ഒരുപാട് ഈ രംഗത്ത് ജനകീയ പ്രസ്ഥാനമായി ബന്ധപ്പെട്ട രംഗത്തൊക്കെ ഞാൻ ഉണ്ട് പഞ്ചായത്തിൽ. അപ്പോൾ ജനകീയ പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് പൊതു ചർച്ച ആ കമ്മിറ്റികൾക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ പല വിശ്വാസമായ യോഗങ്ങൾ നടക്കാൻ ഞാൻ അവരൊക്കെ വിമർശിക്കുന്ന കൂടുതലാണ്. നമുക്ക് ലഭിക്കുന്ന ഫണ്ട് കൃത്യമായി നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതാണ് ഒരു ജനകീയ ആസൂത്രണ പ്രത്യേകത. ചില സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് വരുമ്പോൾ
അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറയുന്ന പോലെ അവിടെ ജനപ്രതിനിധി പ്രവർത്തിക്കണം. അല്ല എന്തെങ്കിലും വ്യത്യാസം ചെയ്താൽ അവർക്ക് പേടി, എന്താ പേടി, അതിൽ എന്നെ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ എന്റെ നമ്പർസ്ഥാനം നഷ്ടപ്പെടുത്തുന്ന ഒരു ഭയപ്പാടുണ്ട്. ബസ് യാത്രക്കിടെ പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം, യുവാവ് അറസ്റ്റിൽ. എറിയാട് സ്വദേശി കാര്യക്കാട്ട് വീട്ടിൽ ജിതിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബർ 23 രാത്രി 8:30 സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പുറകിൽ നിന്നിരുന്ന പ്രതി പെൺകുട്ടിയുടെ ദേഹത്ത് സ്പർശിച്ച് ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിലാണ് അറസ്റ്റ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SHO VK അരുൺ, SI KG സച്ചിൻ, ഗ്രേഡ് സീനിയർ CPO ഗിൽബർട്ട് ജേക്കബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. 16 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പെങ്ങാമുക്ക് സ്വദേശിയായ 61-കാരന് 63 വർഷം കഠിന തടവിനും 3.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഇല്ലത്തേയിൽ വീട്ടിൽ അബൂബക്കറിനെയാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. 2004 കേസിനാസ്പദമായ സംഭവം. പ്രതി താമസിച്ചിരുന്ന വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നും വധഭീഷണി മുഴക്കിയെന്നുമാണ് കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS ബിനോദ്, KN അശ്വതി എന്നിവർ കോടതിയിൽ ഹാജരായി. ഇരിങ്ങാലക്കുടയിൽ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ്. 10 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. ഇരിഞ്ഞാലക്കുടയിൽ ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എറണാകുളം കുമ്പളയിൽ നിന്നാണ് പ്രതിയായ ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി പനയിൽ വീട്ടിൽ 29 വയസ്സുള്ള നസീബിനെ പിടികൂടിയത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതി ഹാജരാക്കും. 2012 സ്ത്രീയെ കൊലപ്പെടുത്തി ജാമ്യത്തിൽ ഇറങ്ങി വർഷങ്ങളായി മുങ്ങി നടക്കുന്ന പ്രതിയെ ആന്ധ്രാപ്രദേശിൽ നിന്നും പിടികൂടി നെടുമ്പുഴ പോലീസ്. 2012 ആഗസ്റ്റ് 26 വടൂക്കരയിൽ വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ചെന്നൈ സ്വദേശി 55 വയസ്സുള്ള റസാഖാണ് പിടിയിലായത്. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ഇയാൾ നാട്ടിൽ നിന്നും മാറി ആന്ധ്രാപ്രദേശിലെ ഡബഗുരു എന്ന സ്ഥലത്ത് ആൾമാറാട്ടം നടത്തി കരിങ്കൽ ക്വാറിയിൽ താമസിച്ച് അവിടെ തൊഴിലാളികളുടെ കൂടെ ജോലി ചെയ്തു വരികയായിരുന്നു. ഒളിവിൽ കഴിയുകയായിരുന്ന റസാഖിനെ അതിവിദഗ്ധമായി കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ബിജു പുളിക്കലിനെ അനുമോദിച്ച് തൃപ്പയാർ സർഗ സംസ്കൃതി. തൃപ്പയാർ സർഗ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ UAE ഇൻഷുറൻസ് മേഖലയിൽ പുരസ്കാര നിറവിലുള്ള വലപ്പാട് കഴിമ്പ്ര സ്വദേശി ബിജു പുളിക്കലിനെ വസതിയിലെത്തി അനുമോദിച്ചു. തൃപ്പയാർ സർഗ സംസ്കൃതി ചെയർമാൻ ജയൻ ബോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ പൊന്നാട ചാർത്തിയും ഉപഹാര കൈമാറിയും അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സർഗ സംസ്കൃതി വൈസ് ചെയർമാൻ ആന്റോ തൊറയൻ, ട്രഷറർ പോൾ ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. ശശിധരൻ പുളിക്കൽ, മണി ശശിധരൻ, നിഖിൽ ഇരിങ്ങത്തുരുത്തി, അബി വലപ്പാട് എന്നിവർ സന്നിഹിതരായിരുന്നു. പൊതുപ്രവർത്തനത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന വ്യക്തി കൂടെയാണ് ബിജു പുളിക്കൽ. ബിജു ഈ രംഗത്ത് ഇൻഷുറൻസ് മേഖലയിലാണ് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച് മുന്നോട്ട് പോകുന്ന ബിജുവിൻ്റെ പ്രവർത്തന ശൈലി ഞാൻ കുറേശ്ശെ അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി. വളരെ ഒരാൾ ബന്ധപ്പെടാനും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു സഖാവെന്ന് തന്നെ പറയാം. എന്തായാലും ആ പ്രവർത്തന രംഗത്ത് സജീവമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഈ എനിക്ക് മറ്റേ ഇൻഷുറൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിനെ എങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അതാണ് ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസ് ചേരാൻ താല്പര്യമില്ലെങ്കിലും നമ്മുടെ ബിജുവിൻ്റെ സംസാരം കൊണ്ട് പലരും അതിലേക്ക് ചേരാനും അത് വലിയൊരു ഇതായിട്ട് എടുക്കാനും കഴിയും. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള ചരിത്രങ്ങൾ ഈ പറയുന്ന ഇൻഷുറൻസ് രംഗത്തുണ്ട്. അത് പറഞ്ഞു കൊടുക്കുന്ന ബിജു വളരെ മഹനീയമായ ചില ആശയങ്ങൾ നമ്മുടെ ജനങ്ങളിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബിജുവിന് പല അവാർഡുകളും ലഭിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിക നിയോജക മണ്ഡലത്തിലുള്ള പല രംഗത്ത് ഇങ്ങനെയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ വിഷയത്തിൽ ഒന്ന് സ്നേഹം പകരണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ബിജുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞാൻ അച്ഛനമ്മയെ കാണാണ്ടായി. അപ്പോൾ ബിജു എല്ലാരിക്കലും ഒരു കഥ പറഞ്ഞു, എൻ്റെ സ്വന്തം വീട്ടിലത്തെ കഥ പറയണ്ടായി. അപ്പോൾ ബിജു വീണ്ടും അത് പറഞ്ഞു, അങ്ങനെ അല്ല, ഞാൻ എല്ലാവരെയും കൂട്ടിയിട്ടാണ് ഒരുമയോടെ ഒത്തൊരുമിച്ച് പോകുന്ന ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം എന്ന രീതിയിൽ പറയണത്. KSKTU നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ആത്മാഭിമാന സംഗമം നാട്ടിക ശ്രീനാരായണ ഹാളിൽ വെച്ച് നടത്തി. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്. ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ്. ചടങ്ങ് CPI തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. CPIM നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഹംസ, നേതാക്കളായ ശ്രീകുമാർ, കർഷക തൊഴിലാളി നേതാക്കളായ KS ഷനിൻ, KR ദാസൻ, KK സന്തോഷ്, രോഷ്നി പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. ശുഭ സന്തോഷ്, രമ്യ, സതി രാമകൃഷ്ണൻ, രേണുക സോമൻസ്, സുനിത മനോജ്, പാർവതി രതീഷ്, ശോഭന തിലകൻ, ദിവ്യ രമേശ്, ബീന കുമാരി, ഷഫീന മജീദ്, സ്മിത അജിത് എന്നിവർ നേതൃത്വം നൽകി. PV രാധാകൃഷ്ണൻ സ്വാഗതവും രജനി ബാബു നന്ദിയും രേഖപ്പെടുത്തി.
കേരളം മഹാപട്ടിണിയിലാണ്. ഭക്ഷ്യം നമുക്ക് അരിയില്ല കിട്ടാൻ. ഓരോ വീടുകളും ദയനീയ പട്ടിണിയിലാണ്. പൂഴ്ത്തി വെക്കും ഒരു സ്ഥലം, ചില സ്ഥലം പൂഴ്ത്തി വെക്കും. അരി വേണം, വലിയ ഭീമമായ അരിക്ഷാമം ഉണ്ടായ സമയം. അന്ന് മഹാനായ AKG ആണ് പ്രതിപക്ഷ നേതാവ് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് മഹാനായ AKG ആണ്. AKG ആ സഭയിൽ ഒരു പ്രസംഗമാണ്. കേരളം അതിദയനീയമായ സ്ഥിതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഭക്ഷണം ലഭിക്കാത്തതിന്റെ ഭാഗമായി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്നത്തെ പോലെയല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നുണ്ട് എന്ന് അവർക്കറിയാമല്ലോ. ഇന്ന ആൾ പ്രസംഗിക്കും. അന്ന് സഭയിൽ പൂർണ്ണസമയം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ സഭയിൽ. അതിരപ്പള്ളി അരൂർമൊഴിയിൽ വീണ്ടും പുലി ഇറങ്ങി. നഴ്സറിപ്പടി പരിസരത്ത് പുതിയാടത്ത് സുരേന്ദ്രന്റെ 4 മാസം പ്രായമുള്ള പശുക്കുട്ടിയെയാണ് ബുധനാഴ്ച രാത്രി പുലി കൊന്നത്. ശബ്ദം കേട്ട് സുരേന്ദ്രനും വീട്ടുകാരും ലൈറ്റിട്ട് നോക്കിയപ്പോൾ തൊഴുത്തിൽ നിന്ന് പശുക്കുട്ടിയെ പുറത്തേക്ക് വലിച്ചിട്ട് കടിക്കുന്ന പുലിയെയാണ് കണ്ടത്. ഇവർ ബഹളം ഉണ്ടാക്കിയതോടെ പുലി ഓടിപ്പോയി. വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ പശുക്കുട്ടി ചത്തിരുന്നു. പറമ്പിന് ചുറ്റും തൻസിംഗ് സംവിധാനമുള്ള വീടാണ് സുരേന്ദ്രന്റേത്. ഇതിനു പുറമെ പറമ്പിൽ മറ്റു കമ്പിവേലിയും കെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ചാടിക്കടന്നാണ് പുലി തൊഴുത്തിലെത്തിയത്. 1 മാസം മുമ്പ് ഇയാളുടെ മറ്റൊരു പശുവിനെ പുലി ആക്രമിച്ച് വകവരുത്തിയിരുന്നു. തുടരെയുള്ള പുലിയാക്രമണത്തിൽ പ്രദേശത്തുള്ളവർ ആശങ്കയിലാണ്. പുലിയെ പേടിച്ച് നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. അഴീക്കോട് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 7 വള്ളങ്ങൾ പിടികൂടി. ഫിഷറീസ് കോസ്റ്റൽ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ കോമ്പിംഗ് ഓപ്പറേഷനിലാണ് വള്ളങ്ങൾ പിടികൂടിയത്. ചെറുമത്സ്യങ്ങൾ പിടിച്ചതിനും പെയർ പെട്രോളിംഗ് നടത്തിയതിനുമാണ് നടപടി. നിയമാനുസൃതം കളർ കോഡ് ഇല്ലാതെയുമാണ് വള്ളങ്ങൾ കടലിലിറങ്ങിയതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങൾ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. വരും ദിവസങ്ങളിൽ മിന്നൽ പരിശോധന തുടരുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോണന്നൂർ അറിയിച്ചു. തൃശൂർ നഗരത്തിലെ സ്വർണ്ണാഭരണ കടകളിൽ നിന്ന് 1 വർഷം മുമ്പ് 2 കിലോഗ്രാമിലധികം സ്വർണം തട്ടിയ കേസിൽ മുഖ്യപ്രതി പിടിയിലായി. കടുപ്പശ്ശേരി സ്വദേശി കൊക്കോട്ടിൽ വീട്ടിൽ ആൻഡോയാണ് പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. 2024 മാർച്ച് 20-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തൃശൂർ എരിഞ്ഞേലി അങ്ങാടിയിലും പുത്തൻപള്ളിക്ക് സമീപവും ഉള്ള 2 സ്വർണ്ണക്കടകളിൽ നിന്നായി 2 കിലോഗ്രാമിലധികം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി തങ്ക കട്ടികളായി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. കേസിൽ 3 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മുളകുന്നത്തുകാവ് ESI ആശുപത്രിയിലെ ഓഫീസ് മുറിയിലെ സീലിംഗ് പ്ലാസ്റ്ററിംഗ് അടർന്നു വീണു. മുറിയിലെ പകുതി ഭാഗത്തെ സീലിംഗിൽ പ്ലാസ്റ്ററിംഗ് നേരത്തെ പല തവണകളായി അടർന്നു വീഴുകയും അറ്റകുറ്റപ്പണി നടത്തിയിട്ടുള്ളതുമാണ്. 10ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഓഫീസാണിത്. തൃശൂർ കൊക്കാലയിൽ കടയുടെ മുന്നിൽ കിടന്നുറങ്ങുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് മധ്യവയസ്കനെ കത്രിക കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. കൊട്ടാരക്കര സ്വദേശി അരുണിനാണ് കുത്തേറ്റത്. അടിവയറ്റിൽ കുത്തേറ്റ അരുണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. മുതുവറയിൽ ഫ്ളാറ്റിൽ വെച്ച് യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതി പിടിയിലായി. കുറ്റ്യാക്കര സ്വദേശി മാർട്ടിനാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് ഫ്ളാറ്റിൽ ഒപ്പം താമസിച്ചിരുന്ന മുളകുന്നത്തുകാവ് സ്വദേശിനിയായ യുവതിയെ മാർട്ടിൻ ആക്രമിച്ചത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിലും മാർട്ടിൻ പ്രതിയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ 6 ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു. ചന്ദ്രാപിന്നിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പാഞ്ഞു കയറി. നാട്ടിക നിയോജക മണ്ഡലം കൂൺ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം MLA ശ്രീ CC മുകുന്ദൻ നിർവഹിച്ചു. ബസ് യാത്രയ്ക്കിടെ പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം, യുവാവ് അറസ്റ്റ്. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.